നമസ്കാരം. 3 രാശികളാണ് നമുക്കുള്ളത്. അത് ചരരാശി, സ്ഥിരരാശി, ഭയരാശി എന്ന് പറയുന്നത് ചരരാശിയെ പറ്റിയാണ്. ചരരാശി മേടം, അതിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 6 മണിക്കൂർ. ഇവരുടെ രാശി സ്വഭാവം വെച്ച് പറഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിയുന്നവരാണ്. പക്ഷേ ഒന്ന് തീർക്കാതെ, ഒന്ന് ഫിനിഷ് ചെയ്യാതെ മറ്റൊന്നിലേക്ക് പോകുമ്പോൾ പിന്നീടുണ്ടാകുന്ന പ്രായത്തിൽ അത് വലിയ വർത്തനമായി പോയല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് തോന്നാം. അതുകൊണ്ട് ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പറ്റും. അത് ചരരാശിയുടെ ഒരു സ്വഭാവമാണ്. അശ്വതി ആയാലും ഭരണി ആയാലും കാർത്തികയുടെ ആദ്യത്തെ 6 മണിക്കൂറിലുള്ളവരായാലും ചരരാശിയിൽപ്പെട്ടവരാണ്. ധാരാളം കഴിവുകളുള്ളതാണ്. ഒന്നിൽ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രികൾ ഒക്കെ വാങ്ങാൻ കഴിവുള്ളവരാണ്. ഒന്നിൽ കൂടുതൽ ഭവനം നിർമ്മിക്കാൻ കഴിയുന്നവരാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നൊരു ജോലിയിലായാലും ഒരു ജോലി കിട്ടി 5-6 മാസം കഴിയുമ്പോൾ അടുത്ത ജോലി കൂടെ കിട്ടും. അങ്ങനെ ചരരാശിയുടെ പ്രാധാന്യങ്ങളിൽ ഒന്ന് അത് മാത്രമാണ്. അടുത്തത് കർക്കിടകമാണ്. കർക്കിടകത്തിൽ വരുന്നത് അവസാനത്തെ പുണർദം 6 മണിക്കൂർ, പൂയം, ഐല്യമാണ്. ഇതായാലും മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ, ഭാവനത്വം ഒക്കെ ഉള്ളവരാണത്. ഒരുപക്ഷെ അതെല്ലാം കൂടുതലുള്ളവരാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയുന്ന, വഴികാട്ടികളായി തീരാവുന്ന ആൾക്കാരാണ്. അത് ജേർണലിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, ടെക്നീഷ്യന്മാർ, രാഷ്ട്രീയക്കാർ മുതലായവർ ഈ രാശിക്കാരാണ്, ഈ ലഗ്നക്കാരാണ്, ഈ കർക്കിടകം. എന്നാൽ മനസ്സിൽ തോന്നുന്നതെല്ലാം തന്നെ അതിൻ്റെ പകുതി പോലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയാറില്ല. ഈ ചരരാശിയുടെ ഒരു പ്രത്യേകത അതാണ്. മറ്റുള്ളവർ എപ്പോഴും സംശയിക്കപ്പെടുന്ന ആളുകളാണിവർ. ഇവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരും ഏകാന്തത അനുഭവിക്കുന്നവരും, വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ പോലും ഏകാന്തത അനുഭവിക്കുന്നവരുമാണ്. ധ്യാനിക്കുക, മന്ത്രിക്കുക, അതാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഇവരോട് പറയാനുള്ളത്. 3ാമത്തെ ചരരാശി തുലാമാണ്. തുലാത്തിൻ്റെ ചിഹ്നം തന്നെ ത്രാസാണ്. ഒന്നിൽ കൂടുതൽ കാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നതിലുപരി ഇവർ ഭാവനാശാലികൾ. അനിയന്ത്രിതമായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നവരുമാണ്. മറ്റുള്ളവർക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയും. ചിത്തിര അവസാനത്തെ 12 മണിക്കൂർ, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 18 മണിക്കൂർ. ഇതാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇപ്പോൾ ഇവരുടെ രാശികളെപ്പറ്റി മാത്രമാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഈ രാശിയുടെ 9-ൽ വ്യാഴമാണ്. ഇവർക്ക് വൻപിച്ച നേട്ടമാണത്. അതുകൊണ്ട് അച്ചടക്കത്തോടും ഓവറായിട്ടുള്ള സഹായങ്ങളും ചെയ്യാതെ, ക്ഷോഭിക്കാതെ മുന്നോട്ട് പോയാൽ ഇവരെ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവർക്ക് നന്മയുണ്ടാകട്ടെ. അടുത്തത് മകരമാണ്. മകരത്തിൻ്റേത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി 12 മണിക്കൂർ. ഇത്രയുമാണ് മകരം. അതുകൊണ്ട് ഇവരെല്ലാം യഥാർത്ഥം പറഞ്ഞാൽ ഇവർ ഓവർ സ്മാർട്ടാണ്. ഏത് കാര്യവും അവർക്ക് ഒരാൾ ഇടയ്ക്ക് കയറി ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർ സ്വതന്ത്രമായി വിടാമെങ്കിൽ അവർ ആ കാര്യങ്ങൾ ചെയ്ത് ഭംഗിയായി പര്യവസാനിപ്പിക്കുന്നതാണ് ഈ ചരരാശിക്കാർ. മകരമാണിത്. ഇവർക്ക് ഈ രംഗത്തിലുള്ളവർ, ടെക്നീഷ്യന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ഉന്നതതല ബന്ധങ്ങൾ എല്ലാം ഉണ്ടാകുന്ന വ്യവസായികൾ ഒക്കെ ഈ ലഗ്നത്തിൽ വരുന്നവരാണ്. ഇവരെ ഏതെങ്കിലും ഒരു ഫാക്ടറിയോ പത്രസ്ഥാപനമോ അതുപോലെയുള്ള ധാരാളം ഉത്തരവാദിത്തമുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാക്ടറികളൊക്കെ ആണെങ്കിൽ പോലും പത്രസ്ഥാപനങ്ങൾ ഇവരെ സ്വതന്ത്രമായി വിടാമെങ്കിൽ ഇവരത് ക്ലിയറായി ചെയ്തു തീർക്കുന്നവരാണ്. ഇവരെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്നവരാണ്. മകരം, നന്മയുണ്ടാകട്ടെ. എൻ്റെ ജ്യോതിഷാലയം കരിക്കകത്തമ്മയുടെ നടയിലാണ്. എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം. അചിന്ത്യരൂപ മഹിമ അനന്താനന്ദ വിഗ്രഹ സഹോത്തര സദന്തേവ്യ മുക്തി ഫലപ്രദം. നമസ്തേ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.